അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് 1x1 into 132 251 1532 into 12x equal to 0 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ കാണുക. മക്കളെ ഇവിടെ വ്യക്തമായിട്ടൊരു സ്ട്രാറ്റജി ഉണ്ട്. മൾട്ടിപ്ലിക്കേഷനെ പറ്റി വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. എൻ്റെ കയ്യിൽ രണ്ട് മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ആ രണ്ട് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓർഡറുകൾ എന്ത് പ്രത്യേകത കാണിക്കണം? ഇത് സപ്പോസ് m/n ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ മെട്രിക്സ് തീരുന്ന അതേ എലമെന്റിൽ തന്നെ അടുത്ത മെട്രിക്സ് തുടങ്ങണം. ഓക്കെ ആണ്, ഇവിടെ തീരുന്നതിൽ തന്നെ അടുത്ത് തുടങ്ങണം. ഇനി അങ്ങനെയാണെങ്കിൽ ആ കിട്ടുന്ന മെട്രിക്സ് എ ബിയുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ മിച്ചം നിൽക്കുന്ന രണ്ടുപേരെയും കൂടെ അങ്ങ് ചേർത്ത് എഴുതുക, m/p. ഈ ഒരു വസ്തുത കൃത്യമായിട്ട് അറിയാമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു? ഈ സാധനം 1x1 into 1 3 2 2 5 1 15 3 2 ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇതിന്റെ ഓർഡർ എന്താണ് മക്കളെ? ഇതിന്റെ ഓർഡർ 1/3 ആണ്. ഇതിന്റെ ഓർഡർ എന്താണ്? 3/3 ആണ്. ശരി, ഇത് തീരുന്നിടത്ത് തന്നെയാണ് തുടങ്ങുന്നത്. അപ്പൊ ഇത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ ആൻസർ അങ്ങ് എഴുതാം. ഓക്കെ, ശരി, ഇതാ നോക്കിക്കേ എന്ത് വരും? which is equal to ഇത് into ഇതെന്ത് വരും? 1 into 1 1 plus 2x plus 15, അതായത് ഇത് x plus 16 2x plus 16 എന്ന് വരും. 2x plus 16. അടുത്തത് എന്ത് വരും? 3 plus 5x plus 3, അതായത് 5x plus 6 എന്ന് വരും. അടുത്തത് എന്ത് വരും? അടുത്തത് 1 into 2 plus x plus 2, അതായത് x plus 4 എന്ന് വരും. നിങ്ങൾ നോക്കുക, ഇതെന്തായിരുന്നു? 1/3. ഇതെന്തായിരുന്നു? 3/3. അപ്പൊ നമുക്ക് കിട്ടിയ മെട്രിക്സും 1/3 ഓർഡർ ആയിരിക്കണം. 1/3 തന്നെയല്ലേ ഇത്? ഒരു റോ 3 കോളം. ഇനി ആ മെട്രിക്സിനെ എന്ത് ചെയ്യണടാ? 2x plus 16 5x plus 6 x plus 4നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 1 2x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നോക്കുക, ഈ മെട്രിക്സിന്റെ ഓർഡർ എന്താണ്? ഈ മെട്രിക്സിന്റെ ഓർഡർ എന്താണെടാ? 1/3 ആണ്. ഈ മെട്രിക്സിന്റെ ഓർഡർ എന്താണ്? 3/1 ആണ്. അപ്പൊ തുടങ്ങുന്നത് തന്നെ തീരുന്നു. നമുക്ക് കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ 1/1 ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ അത് നോക്കാം, ഇതെന്ത് വരും? 2x plus 16 into 1 എന്ന് പറഞ്ഞാൽ 2x plus 16 തന്നെ വരും. പ്ലസ് 2 into 5x plus 6 2 into 5x plus 6 2 into 5x plus 6 പ്ലസ് x into x plus 4 എന്ന് വരും. ഇതാണ് നമുക്ക് കിട്ടുന്ന മെട്രിക്സ്. അതിനൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുവാണെന്നുണ്ടെങ്കിൽ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതുവാണെങ്കിൽ എന്ത് വരും മക്കളെ? 2x plus 16 plus 10x അല്ലെ? 2 into ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10x plus 12 plus എന്ത് വരും? x into x സ്ക്വയർ പ്ലസ് 4x എന്ന് വരും. ഇത് ഈക്വൽ ടു എന്തായിരിക്കും? നമ്മോട് പറഞ്ഞിരിക്കുന്നതല്ലേ ഈക്വൽ ടു 0 എന്നല്ലേ? അപ്പൊ ഇത് ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഇംപ്ലൈസ് ഇതെല്ലാം കൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്തുവാണെങ്കിൽ എന്ത് വരും? x സ്ക്വയർ പ്ലസ് ഇവിടെ ഒരു 2x ഉണ്ട്, 10x ഉണ്ട്, 4x ഉണ്ട്. അപ്പൊ എന്ത് വരും? 16x പ്ലസ് ഇവിടെ ഒരു 16 ഉണ്ട്, ഇവിടെ ഒരു 12 ഉണ്ട്, പ്ലസ് 28 ഈക്വൽ ടു 0 എന്ന് വരും. അപ്പൊ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ എന്ത് ചെയ്താൽ മതി? സോൾവ് ചെയ്താൽ മതി. മക്കളെ നോക്കിക്കേ, രണ്ട് നമ്പർ കണ്ടുപിടിക്കണം. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 28ഉം ആഡ് ചെയ്യുമ്പോൾ 16ഉം വരണം. ഓക്കെ ആണല്ലോ? 28ന്റെ ഫാക്ടർ നോക്കിയാൽ മതി. 28നെ 2 into 14 കണ്ടൂടെ? നോക്കിക്കേ, 2 into 14 ചെയ്യുമ്പോൾ 28 വരും, 2ഉം 14ഉം ആഡ് ചെയ്യുമ്പോൾ 16 വരും. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. എന്ത്? x plus 2 into x plus 14 equal to 0. അപ്പൊ ഇത് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. നമുക്ക് ഇത് 0 മെട്രിക്സ് ആണ്. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. എന്ന് x plus 2 into x plus 14 equal to 0 എന്ന് ഇക്വേറ്റ് ചെയ്താൽ x plus 2 equal to 0 എന്ന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ x equal to -2 എന്നൊരു വാല്യൂ, x plus 14 equal to 0 എന്ന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ x equal to -14 എന്ന് പറയുന്ന വാല്യൂവിലേക്കും നമ്മളെ അത് കൊണ്ടെത്തിക്കും. വളരെ സിമ്പിൾ ആയിട്ട് ചിന്തിക്കുക. ഈ ഒരു കാര്യം, ഈ ഒരു മൾട്ടിപ്ലിക്കേഷന്റെ പ്രോസസ്സ് കൃത്യമായിട്ട് ചെയ്യാൻ അറിയുന്ന ഒരാൾക്കും ഈ ഒരു റൂളിനെ പറ്റി വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ആൾക്കും വ്യക്തമായിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ സമയം കളയരുത്. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ നിൽക്കരുത്. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഫാക്ടറൈസേഷന്റെ ബേസിക് ഐഡിയ, സിമ്പിൾ ഐഡിയ ഉപയോഗിച്ചാണ് ഇത് ചെയ്തത്. ഓക്കെ ആണേ? സെറ്റ് ആണേ?